ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കുഞ്ഞിന്റെ അമ്മാവനുമായ ഹരികുമാറിന്റെയും അമ്മ ശ്രീധുവിന്റെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. അറസ്റ്റിലായ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതക കാരണം വ്യക്തമാക്കാൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, 2 വയസ്സുകാരുടെ മരണത്തിൽ അവ്യക്തത വീണ്ടും തുടരുകയാണ്. അന്വേഷണം ഇപ്പോൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഹരികുമാർ തന്നെയാണ് പ്രതി എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി ഈ ഹരികുമാറിനെയും അതോടൊപ്പം കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെയും അച്ഛൻ ശ്രീജിത്തിനെയും പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്നു. പല തവണയായി പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തപ്പോഴാണ് ഹരികുമാറാണ് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് എന്ന് വ്യക്തമായിരുന്നു. എന്നാൽ കൊലപാതക കാരണം ആദ്യം വ്യക്തമാക്കിയിരുന്നില്ല. അതിൽ അവ്യക്തത തുടരുന്നുണ്ടെങ്കിലും പോലീസിന് ഏകദേശം ഒരു രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ പ്രതിക്ക് ഈ കുഞ്ഞിന്റെ അമ്മ ശ്രീധുവുമായി പ്രത്യേകിച്ച് എന്തോ താല്പര്യമുണ്ടെന്നും അത് നടക്കാത്തതിനെ തുടർന്നാണ് ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നതും എന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ ഇനി അങ്ങോട്ട് കൂടുതൽ വിശദവിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഈ വിഷയം എത്രത്തോളം സത്യമാണ് എന്നുള്ള കാര്യം പോലീസിനെ അന്വേഷിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റാരെങ്കിലും, അതായത് ഈ അമ്മയെയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരെയോ സംരക്ഷിക്കാൻ വേണ്ടി ഹരികുമാർ കുറ്റമേറ്റതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഹരികുമാറിനെ ചോദ്യം ചെയ്ത് തുടർന്നപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്നാണ് പോലീസിനോട് മൊഴി നൽകിയപ്പോൾ ഹരികുമാർ പറഞ്ഞത്. എന്നാൽ ഉച്ചയോടെ സംഭവങ്ങൾ മറിയുകയായിരുന്നു. ഉച്ചയോടെ തന്നെ ഹരികുമാർ പോലീസിന് മൊഴി നൽകിയത് താൻ തന്നെയാണ് കൊലപ്പെടുത്തിയത്, കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിയുകയായിരുന്നു എന്നാണ്. അത് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തു വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടി വ്യക്തമാകുമ്പോൾ ഹരികുമാറിന് കൊലപാതകം നടത്താനുള്ള സാഹചര്യം ലഭിച്ചു എന്നുള്ളതാണ്. അതായത് ഈ കുഞ്ഞിന്റെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പമാണ് കുഞ്ഞും കുഞ്ഞിന്റെ സഹോദരിയും കിടന്നിരുന്നത് എന്നാണ് മൊഴി നൽകിയിരുന്നത്. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവും കുഞ്ഞിന്റെ സഹോദരിയുമാണ് ഈ മൊഴി നൽകിയത്. എന്നാൽ അച്ഛൻ ഒപ്പം കിടന്ന കാര്യം നിഷേധിച്ചിരുന്നു. അമ്മാവനൊപ്പമാണ് കുഞ്ഞുണ്ടായിരുന്നതെന്ന് അച്ഛൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അമ്മാവൻ പറഞ്ഞത് അച്ഛനോടൊപ്പമാണ് കുഞ്ഞ് കിടന്നിരുന്നത്. ഇങ്ങനെ മൊഴിയിലുള്ള വ്യത്യസ്തത വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു. പോലീസ് കൂടുതൽ നേരം ചോദ്യം ചെയ്തു, പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്തു. അമ്മ ശ്രീധുവിനെ ഒറ്റയ്ക്കും അതോടൊപ്പം അച്ഛൻ ശ്രീജിത്തിനൊപ്പവും ഇരുത്തി ചോദ്യം ചെയ്തു. പിന്നീടാണ് ഈ അമ്മാവന്റെ പങ്ക് പുറത്തു വന്നത്. ഉച്ചയോടെ തന്നെ അമ്മാവൻ വ്യക്തമാക്കിയിരുന്നു താൻ തന്നെയാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. ആ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കുഞ്ഞിനെ, അതായത് വീടിനുള്ളിലെ ഒരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഈ കേസിനെ വഴിതിരിക്കാനുള്ള ഒരു ശ്രമമായി തന്നെയാണ് കണക്കാക്കുന്നത്. കട്ടിലിൽ തീപിടുത്തം ഉണ്ടായി, അത് എല്ലാം താൻ കൃത്യമായി നിർമ്മിച്ചതാണെന്ന് ഏകദേശം പോലീസിന് ബോധ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടിനുള്ളിൽ ഈ കടബാധ്യത എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ വീട്ടിലുള്ളവർക്കുണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാകാം എന്നുള്ള സാധ്യതയടക്കം നേരത്തെ പോലീസ് നിഗമനത്തിലെത്തിയിരുന്നു. എന്നാൽ പിന്നീടാണ് അമ്മാവന്റെ കൈകൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പോലീസിന് കണക്കാക്കാൻ സാധിച്ചത്. അതിനുശേഷമാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തത്. ഇന്നും ചോദ്യം ചെയ്യൽ തുടരും. ഈ കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറിനെയും അതോടൊപ്പം അമ്മ ശ്രീധുവിനെയും കാര്യമായി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അമ്മയെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചെങ്കിലും ഹരികുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എന്നാൽ അമ്മയെ വിട്ടയച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പോലീസ് അതിൽ നിന്ന് പിന്മാറുന്നില്ല. അമ്മയെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും. അതോടൊപ്പം സംശയനിലയിൽ തന്നെ നിർത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെയും അച്ഛനെയും ചോദ്യം ചെയ്യും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതിനുശേഷം കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തും. എന്നാൽ നിലവിൽ ഇപ്പോൾ പ്രതിയായി ഹരികുമാറിനെയാണ് പരിഗണിച്ചിരിക്കുന്നത്. ഹരികുമാർ കൊലപ്പെടുത്തിയത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞു തന്നെയാണെന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ടിൽ നിന്നുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. അതായത് ഒന്ന് സാഹചര്യ തെളിവുകളായിരുന്നു. കുഞ്ഞ് കിണറ്റിനടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ കിണറ്റിനുള്ളിൽ ചാടാനോ ഉള്ള ഒരു തരത്തിലുള്ള സാഹചര്യവും ഇല്ലായിരുന്നു. 2 വയസ്സുള്ള കുഞ്ഞിനെ എങ്ങനെയാണ് അങ്ങനെ അബദ്ധത്തിൽ വീഴുക എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കിണറിന്റെ കൈവരിയുടെ ഉയരം കൂടി കണക്കാക്കുമ്പോൾ കുഞ്ഞ് കിണറ്റിലേക്ക് അറിയാതെ വീഴാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് കുഞ്ഞിനെ എടുത്തെറിഞ്ഞതാകാം, അത് കൊലപാതകം തന്നെയാകാം എന്നുള്ളതാണ് പോലീസ് ആദ്യം തന്നെ നിഗമനത്തിലെത്തിയത്. കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം ലഭിച്ചപ്പോൾ തന്നെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ഇതൊരു കൊലപാതകം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനെ കിണറ്റിലേക്ക് എറിഞ്ഞതാകാം എന്നുള്ളൊരു നിഗമനത്തിലെത്തി. കിണറ്റിലേക്ക് എറിഞ്ഞതാണോ അല്ലെങ്കിൽ കിണറ്റിൽ എറിഞ്ഞു കൊന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനു പിന്നാലെയാണ് ചോദ്യം ചെയ്യലിൽ അമ്മാവൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. പിന്നാലെ പോസ്റ്റ്മോർട്ടത്തിന്റെ ആദ്യ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിൽ വ്യക്തമാക്കുന്നത് കുഞ്ഞ് വെള്ളത്തിൽ മുങ്ങി മരിച്ചത് തന്നെയാണ്, മുങ്ങി മരണമാണെന്ന് സ്ഥിരീകരണമുണ്ടായി. അതുകൊണ്ട് ദേഹത്ത് മുറിപ്പാടുകളോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കി. പോലീസ്
അതോടൊപ്പം നേരത്തെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയപ്പോഴും ശരീരത്തിൽ മുറിപ്പാടുകളോ മറ്റു ക്ഷതമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ഈ കിണറ്റിലേക്ക് കുഞ്ഞിനെ ഇട്ടതിന് ശേഷം മുങ്ങി മരിച്ചത് തന്നെയാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഏതായാലും അമ്മാവനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം അമ്മയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതിര വിഷ്ണു, അമ്മയെ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരിക്കുന്നുണ്ട്. ഈ അറസ്റ്റിലായ ഹരികുമാറിനെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? അതുപോലെ തന്നെ പ്രതിക്കായുള്ള കസ്റ്റഡി അപേക്ഷയൊക്കെ നൽകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനെ ഏതായാലും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തതിനു ശേഷം പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതിനുശേഷമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. കാരണം കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള സാധ്യതകളുണ്ട്. അത് കൂടുതൽ പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് സാഹചര്യ തെളിവുകളും ഈ അമ്മാവൻ ഹരികുമാറിന്റെ മൊഴിയും മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും മൊഴിയിലുള്ള ആദ്യത്തെ ആ ഒരു വ്യത്യാസം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കൊലപാതകത്തിന് നയിച്ചുള്ള കാരണം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് വീണ്ടും ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. ഏതായാലും രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം കോടതിയിലേക്ക് എത്തിക്കും. അതിനുശേഷം കോടതി നടപടിക്ക് ശേഷമാണ് ഈ കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുക. ഏതായാലും പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി ഒരു കാരണം കൂടി കണ്ടെത്തി വ്യക്തമായ തെളിവുകൾ ശേഖരിച്ചായിരിക്കും കേസിനെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനാ ശരി വിഷ്ണു, ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കുഞ്ഞിന്റെ അമ്മാവനുമായ ഹരികുമാറിന്റെയും അമ്മ ശ്രീധുവിന്റെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. അറസ്റ്റിലായ ഹരികുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൊലപാതക കാരണം വ്യക്തമാകാൻ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു കരുണാകരൻ.